ഞാൻ ഇതൊക്കെ ഒരു ദിവസം തുറന്നു വരണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നിങ്ങളാണ് അതൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ട് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി 3 പതിറ്റാണ്ടായി LDFിൻ്റെ കൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 തെരഞ്ഞെടുപ്പിലും LDFിലാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ 2 സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടായാലോ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള 3-4 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുണ്ടല്ലോ, അവരാരെങ്കിലും പറഞ്ഞോ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തമിഴ്നാട്ടിലെ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടാന്ന്? ഞങ്ങൾ സമർത്ഥമായി ഇടപെട്ട് 2 കൂട്ടരെയും വിശ്വാസത്തിലെടുത്ത് കേരളത്തിൽ ഉണ്ടാകുമായിരുന്ന ഒരു വലിയ മതപരമായ സംഘർഷത്തെ ഇല്ലാതാക്കിയതിൻ്റെ ഫ്യൂസ് ഞങ്ങൾ ഊരി 2 കൂട്ടരെയും വിശ്വാസത്തിലെടുത്ത്. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? അവർ 3 പതിറ്റാണ്ട് കാലം CPMൻ്റെ കൂടെ നിന്ന ഒരു പ്രസ്ഥാനത്ത് ഇപ്പുറത്ത് വന്ന് ഞങ്ങൾ പിന്തുണ കൊടുക്കുമ്പോൾ അത് വേണ്ടാന്ന് ഞങ്ങൾ എന്തിനാ പറയണത്? കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു ചർച്ചയില്ല. കോൺഗ്രസ്സിലൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും തീരുമാനിച്ചിട്ടില്ല. ഞാൻ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയ UDF ജയിക്കില്ലെന്ന് പറഞ്ഞു. ഈ പാലക്കാട് ഈ മാധ്യമങ്ങളുടെ സമീപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പാലക്കാട് ഇലക്ഷന് ശേഷം സ്പെസിഫിക്കായി പറഞ്ഞ റിപ്പോർട്ടർ ചാനൽ ഒരു ബഹിഷ്കരണം എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന SDPI ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധിപ്പിച്ചുള്ള വാർത്തയുടെ തുടർച്ചയിലാണ് ഉണ്ടായത്. മാധ്യമങ്ങളുടെ സമീപനം ആ നിലയ്ക്ക് ഈ പറഞ്ഞ ഒരു അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണിയുടെയൊക്കെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നല്ലൊരു പങ്കും ഇത്തരം പ്രതികരണത്തിലേക്ക് പോവുക എന്നുള്ള നിലയ്ക്ക് മാറിയിട്ടുണ്ടോ? അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാർട്ടി തീരുമാനം. ഞാൻ വ്യക്തിപരമായെടുത്ത തീരുമാനമല്ല, പാർട്ടി തീരുമാനം. നിങ്ങൾക്കറിയാലോ, ഉജ്ജ്വലമായ വിജയമാണ് UDF അവിടെ നേടിയത്. 18,000 വോട്ടിനാണ് ജയിച്ചത്. അതായത് ഷാഫി പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ ഏകദേശം 6 ഇരട്ടിയോളം വോട്ട്, അല്ലേ, 5 ഇരട്ടിയോളം വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കുക. ഭയങ്കര വാശിയോടുകൂടി നടന്നൊരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതൽ തന്നെ ഒരു വിഭാഗം മാധ്യമങ്ങൾ കോൺഗ്രസിനെയും UDFിനെയും കണ്ണിൽ ചോരയില്ലാതെ ആക്രമിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പല്ലേ, പിന്നെ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ലേ, അവരുടെ അജണ്ട ഞങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാറ്റാൻ പറ്റി. ഞങ്ങൾ നിശ്ചയിക്കുന്ന അജണ്ടയിലേക്ക് ഞങ്ങൾ പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കൊണ്ടുവന്നു. എങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കരുത്. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, ഞങ്ങൾ കുറേ വർഷമായില്ലേ നടത്തുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിശ്ചയിച്ച അജണ്ടയിലേക്ക് ഞങ്ങൾ ഈ മാധ്യമങ്ങൾ എല്ലാവരും വന്നു. ഈ ഞങ്ങൾക്കെതിരായി എല്ലാവരും അല്ല, കുറച്ചാളുകൾ വരേണ്ടി വന്നു. അത് ഞങ്ങൾക്കറിയാതെ എങ്ങനെ കൊണ്ടുവരണമെന്ന്. ഞങ്ങൾ നന്നായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി, ഒറ്റക്കെട്ടായി നടത്തി, അവിടെ ജയിച്ചു കഴിഞ്ഞപ്പോൾ അത് ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPIയുടെയും വോട്ട് കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഏതാണ്ട് SDPIക്കാരവിടെ പ്രകടനം നടത്തി കഴിഞ്ഞപ്പോൾ SDPIയും UDFും ഒരുമിച്ചാണല്ലോ പ്രകടനം നടത്തുന്നത്, ഒരുമിച്ചാണല്ലോ വിജയാഹ്ലാദം. ശരിയാണോ? അപ്പോൾ ഞങ്ങളുടെ വിജയത്തിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടി അതുവരെ ഞങ്ങൾ തോക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാ. ഞങ്ങൾ തോറ്റ് തുന്നമ്പാടും എന്നെ നേരെയായിരുന്നു. കാരണം ഞാൻ അതിൻ്റെ ഇടയിൽ പോയി അവിടെ തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്ക് മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. കാരണം എനിക്ക് മാത്രമായിരുന്നു. ജയിച്ചാൽ ഞങ്ങളുടെ ടീം വർക്കിനാണ്, തോറ്റാൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റെടുക്കുന്നു. അപ്പോൾ പിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എന്നെ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് എല്ലാ ആത്മവിശ്വാസം. ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്തത്. നിങ്ങളൊന്നും കോൺഗ്രസിൻ്റെ സംഘടനാ ചരിത്രത്തിലൊന്നും കാണാത്ത ടീം വർക്കായിരുന്നു. മുതിർന്ന ആളുകളുടെ ഒരു നിര, ചിലർ പറഞ്ഞ് ചെറുപ്പക്കാർ മാത്രമൊന്നുമല്ല, ചെറുപ്പക്കാർ ഉണ്ട്. കോൺഗ്രസിൻ്റെ അകത്തെ UDFിൻ്റെ അകത്തെ ഒരു 2ാം നിര ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ മാത്രമല്ല UDFിലുണ്ട്, മുസ്ലിം ലീഗിലുണ്ട്. ആ 2ാം നിര അവരോട് പറഞ്ഞാൽ മതി, മുഖത്ത് നോക്കിയാൽ മതി, അവർക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനത്തെ ഒരു അസാമാന്യമായൊരു ടീമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയും അസൂയപ്പെടുന്നൊരു ടീമാണ് കോൺഗ്രസ്സിലും ലീഗിലും അടക്കമുള്ള UDFിലെ പല കക്ഷികളിലും വരുന്നത്. കോൺഗ്രസ്സിലത് പ്രത്യേകിച്ച് വരുന്നത്. അവർ നല്ല അസലാണ്. പക്ഷേ പരിണതപ്രജ്ഞരായ അനുഭവസമ്പന്നരായൊരു നേതൃത്വം ഉണ്ടായിരുന്നു. ഭയങ്കര ബ്ലെൻഡായിരുന്നു. ഞാനാണ് അതിൻ്റെ ഇടയിൽ നിന്നിരുന്നത്. എൻ്റെ ജോലി ഇത് ഏകോപിപ്പിക്കുക എന്ന് മാത്രമായിരുന്നു. അപ്പം ഞങ്ങളെ ടാർഗറ്റ് ജയിച്ചു കഴിഞ്ഞപ്പോൾ അത് SDPIയും ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പാലക്കാട് ജയിച്ച് ആണോ? അപ്പോൾ അതിൻ്റെ നിറം കെടുത്തി കളയുക, അതിൻ്റെ ശോഭ കെടുത്തി കളയുക, എന്നിട്ട് അതിനൊരു പൊളിറ്റിക്കലാക്കുക. ഇതേ SDPIയും ജമാഅത്ത് ഇസ്ലാമിയും CPMന് കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടില്ലേ? എത്ര സ്ഥലത്ത് SDPIയും CPM കൂടി പഞ്ചായത്തുകൾ ഭരിക്കുന്നു?
എത്ര സ്ഥലത്ത് ഭരിക്കുന്നു? ജമാഅത്ത് ഇസ്ലാമി 3 പതിറ്റാണ്ടായി LDFിൻ്റെ കൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 തെരഞ്ഞെടുപ്പിലും LDFിനാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തിരിക്കുന്നത്. ഞാനും പന്നിയൻ രവീന്ദ്രനും തമ്മിൽ 2011 മത്സരിക്കുമ്പോൾ പന്നിയൻ രവീന്ദ്രനാണ് പിന്തുണ കൊടുത്തത്. 2016 ഞാനും ശാരദാ മുരളീധരൻ PKVയുടെ മകളുമായിട്ട് മത്സരിക്കുമ്പോൾ അവർക്കാണ് വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുത്തത്. SDP ഞാൻ മത്സരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും എനിക്കെതിരായി മത്സരിച്ചിട്ട് അവരെന്നെ കുഴിച്ചു മൂടും എന്ന് പറയുന്നവരാണ്. അപ്പം ഞങ്ങൾ ഈ CPM-ആയിട്ടുള്ള പിന്തുണ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഉപേക്ഷിച്ചപ്പോൾ അതുവരെ അവർ മതേതരവാദികൾ. ഞങ്ങൾ പിണറായി വിജയൻ്റെ പ്രസംഗം ഞങ്ങൾ ഇട്ടില്ലേ, ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഞങ്ങൾ കാണിച്ചു തന്നില്ലേ? അത് ചരിത്രം മറന്നിട്ട് ഇപ്പോൾ അവർ വർഗീയവാദികൾ, ഞങ്ങളെ അവർ പിന്തുണച്ചു തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയമാണ്? പക്ഷെ അതിലേ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലീഗിൻ്റെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെ വളരെ പ്രധാനപ്പെട്ട നേതാവ് സാദിഖ് അലി തങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ നിഷേധിക്കുന്നില്ല എന്നൊരു അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് ഇലക്ഷൻ്റെ ശോഭ കെടുത്തുന്നവരിൽ UDFിലെ പ്രബല കക്ഷി തന്നെ. എന്തിനാണ് അതിന് നിഷേധിക്കുന്നത്? എന്തിനാ പിന്തുണയെ നിഷേധിക്കുന്നത്? അവർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞത് ഞങ്ങൾ നിഷേധിക്കുന്നത് എന്തിനാ? അവരല്ല, ഞാൻ ചോദിക്കട്ടെ, അവരുടെ ആസ്ഥാനത്ത് പോയി വോട്ട് ചോദിച്ചിട്ടുള്ള ആളാണ് പിണറായി വിജയൻ ആണല്ലോ. അവർ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത് അവരെ അഭിനന്ദിച്ചുകൊണ്ട് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയെ ഞങ്ങൾക്ക് പിന്തുണ തന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പിണറായി വിജയൻ പറഞ്ഞ പത്രസമ്മേളനങ്ങളുണ്ട്. അപ്പോൾ എന്നൊരു കുഴപ്പമുണ്ടായില്ലല്ലേ? അപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്താ പ്രത്യേകത? ജമാഅത്ത് ഇസ്ലാമിക്ക് എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്? അന്നത്തെ ചിന്താഗതിയിൽ നിന്ന് ഇന്നത്തെ ചിന്താഗതിയിലേക്ക് ഇപ്പോൾ അവർ UDFിന് വോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അപ്പോൾ അവർ മോശക്കാരായി എന്ന് പറയുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല. ആ രാഷ്ട്രീയം, അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെയോ SDP-യുടെയോ വോട്ട് നിഷേധിക്കുന്ന, നിരസിക്കുന്ന, അത് വേണ്ടെന്ന് പറയുന്ന നിലപാട് UDFിന് ഇല്ല എന്ന് അല്ല. ഞങ്ങൾ നിഷേധിച്ചില്ലല്ലോ. ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞു SDP പിന്തുണ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങളത് പറഞ്ഞു. ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ എന്തിനാ പറയണത്? എന്താ കാര്യം? അത് ഞങ്ങൾ പറയണമെന്ന് CPM-ന് എന്താ നിർബന്ധം? CPM പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ അവർ ഞങ്ങൾക്കുള്ള പിന്തുണ മാറ്റി നാളെ CPM-നാണ് പിന്തുണ കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയുമോ? അല്ല, ഞാൻ അതിൽ ചോദിക്കുന്നത് ഇപ്പം CPM അല്ലല്ല, നമ്മൾ അല്ലല്ല, നിങ്ങൾ CPM ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവിൻ്റെ പുറകെ പോകരുത്. CPM ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവ് അവർക്ക് പിന്തുണ കൊടുത്ത എല്ലാ കാലത്തും അവർ മതേതരവാദികൾ. അവർ കോൺഗ്രസിനെ പിന്തുണ, അവർ ദേശീയ തലത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് സംഘപരിവാറിനെ BJP-യെ നേരിടാൻ കോൺഗ്രസിനെ പറ്റുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തരുത് എന്ന് ഒരു തീരുമാനം ഒരു പൊളിറ്റിക്കലായി എടുത്തിട്ടാണ്. ഈ തമിഴ്നാട്ടിലെ 2 സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടായല്ലോ. CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള 3-4 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുണ്ടല്ലോ, അവരാരെങ്കിലും പറഞ്ഞോ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ തമിഴ്നാട്ടിലെ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടാന്ന് പറഞ്ഞോ? എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വർത്തമാനം പറയും. ആ നെറേറ്റീവിൻ്റെ പുറകെ ഞങ്ങളില്ല. ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഡിസിഷൻസ് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഞങ്ങളല്ല CPM വച്ചിരിക്കുന്ന കെണിയിലൊന്നും പോയി ഞങ്ങൾ പെടില്ല. CPM ഈ തെരഞ്ഞെടുപ്പ്, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തായിരുന്നു? എല്ലാ ദിവസവും മറ്റേ CAA 35 ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടോ? മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടോ? CAA പറയാത്ത ഒന്നുമില്ല, ഒരു ദിവസം പോലും. എന്നിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്നേ വരെ ആ നാവിൽ നിന്ന് CAA എന്ന് വന്നിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ഭൂരിപക്ഷ പ്രകടനമാണ്. മാറ്റി, പതുക്കെ സ്റ്റാൻഡ് മാറ്റി. എന്നിട്ട് തങ്ങളെ അറ്റാക്ക് ചെയ്യുക, ജമാഅത്ത് ഇസ്ലാമി അറ്റാക്ക് ചെയ്യുക, എന്നിട്ട് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുക. എന്താ CPM ചെയ്തത്? സെപ്റ്റംബർ മാസത്തിൽ ചെയ്തതെന്ന് 11-ാം തീയതി ഡൽഹിയിലെ എല്ലാ PR ഏജൻസികൾ വഴി മലപ്പുറം ജില്ലയിൽ നടക്കുന്നത് മുഴുവൻ ദേശദ്രോഹ പ്രവർത്തനങ്ങളാണെന്ന് വാർത്ത കൊടുക്കുക. 21-ാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുക. 29-ാം തീയതി ഇവിടെ എങ്ങും ഒരു പത്രത്തിനും ഇൻ്റർവ്യൂ കൊടുക്കാത്ത പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ PR ഏജൻസി അദ്ദേഹം പറയാത്ത കാര്യം എഴുതി കൊടുക്കുക അല്ലേ? എന്നിട്ട് അവർക്കെതിരായിട്ടൊരു കേസ് പോലും കൊടുത്തില്ലല്ലോ. കൊടുത്താ? PR ഏജൻസിക്കെതിരായി കേസ് കൊടുത്തോ? ഞാൻ നിയമസഭയിൽ ചോദിച്ച് കേസ് കൊടുക്കണ്ട, ഒരു MLA-യുടെ മകനാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അവനോട് പട്ടിൽ പൊതിഞ്ഞൊരു സ്വകാര്യം
നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തത് എന്ന് സ്നേഹത്തിലൊരു ശകാരം പോലും ചെയ്തിട്ടില്ല. അപ്പം ഇതെല്ലാം കോൺസ്പിറസിയാണ്. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ, BJP സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനിടയിൽ മുനമ്പം വിഷയം വന്നു. BJP വളരെ ബുദ്ധിപൂർവ്വം ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി അതിനെ മാറ്റാൻ ശ്രമിച്ചു. അതിന് കുടപിടിച്ചു കൊടുത്തു CPM. ഒന്ന് ഡിലേ ചെയ്തോട്ടെ, കാരണം ഈ ക്രിസ്ത്യൻ വോട്ട് പരമ്പരാഗതമായി കോൺഗ്രസിന് പിന്തുണയുള്ള വോട്ടാണ്. ഒരു കോൺഗ്രസ് വിരോധം ക്രിസ്ത്യാനികളിൽ വരട്ടെ എന്ന് വിചാരിച്ചതിനെ ഡിലേ ചെയ്യിച്ചു. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയം ഡിലേ ചെയ്തു. ഞങ്ങൾ സമർത്ഥമായി ഇടപെട്ട് 2 കൂട്ടരെയും വിശ്വാസത്തിലെടുത്ത് കേരളത്തിൽ ഉണ്ടാകുമായിരുന്ന ഒരു വലിയ മതപരമായ സംഘർഷത്തെ ഇല്ലാതാക്കിയതിൻ്റെ ഫ്യൂസ് ഞങ്ങൾ ഊരി 2 കൂട്ടരെയും വിശ്വാസത്തിലെടുത്തു. ഇന്ന് ഞങ്ങളെയാണ് 2 കൂട്ടർക്കും വിശ്വാസം. അവിടെ ഈ മുനമ്പത്തെ ഇഷ്യൂവിൽ പങ്കെടുത്ത സമരസമിതിക്ക് ഞങ്ങളെയാണ് വിശ്വാസം. മനസ്സിലായി? ക്രൈസ്തവരെ മുസ്ലിങ്ങൾ ഇതിനെതിരാണ് എന്ന് വരുത്തി തീർത്ത് ഇവരെ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ പോയപ്പോൾ തങ്ങളടക്കമുള്ള ആളുകൾ, സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബും എറണാകുളത്ത് വന്ന് ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തി. 2 മതങ്ങൾ തമ്മിൽ ഒരു കാരണവശാലും സംഘർഷം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. ലത്തീൻ സംഗമത്ത് തിരുവനന്തപുരത്ത് KRLCCയുടെ അധ്യക്ഷനായ കോഴിക്കോട് ബിഷപ്പ് പറഞ്ഞു, വിഷയം മാനുഷിക പ്രശ്നമാണ്, മതപരമായ ഭിന്നത ഉണ്ടാക്കാൻ ഒരാളും വരണ്ടെന്ന് പറഞ്ഞു. മുനമ്പ വിഷയത്തിൽ ആ പാവങ്ങളുടെ കൂടെയാണ് മുഴുവൻ മുസ്ലിം സംഘടനകൾ, മുഴുവൻ ക്രൈസ്തവ സംഘടനകൾ, കേരളത്തിൻ്റെ പൊതുസമൂഹവും. ഞങ്ങളുടെ നിലപാടാണ്. അല്ല, മുനമ്പ വിഷയത്തിൽ എനിക്കൊന്ന് പ്രതിപക്ഷ നേതാവാണ് ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് സർക്കാരിന് പരിഹരിക്കാവുന്ന വിഷയമാണെന്നുള്ളത്. അപ്പോൾ ആ പറയുന്ന സമയത്ത് അത്രയും ക്ലാരിറ്റിയിൽ തന്നെയാണോ അത് പറയുന്നത്? എങ്ങനെയാണോ അതൊരു ഞങ്ങളതിനകത്ത് ഞങ്ങൾക്കൊരു ലീഗൽ ഇതായിട്ട് ഞങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തു, ലീഗലായിട്ട് അത് സ്റ്റഡി ചെയ്തു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒന്ന്, വഖഫ് ബോർഡാണ് ഇപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ ഒരു ഉദാഹരണം പറയാം. കർണാടകയിലെ വഖഫ് ബോർഡ് കർഷകരുടെ ഭൂമിക്ക് നോട്ടീസ് അയച്ചത്. അപ്പോൾ കർണാടകയിലെ മുഖ്യമന്ത്രി വഖഫ് ബോർഡ് അധ്യക്ഷനെ വിളിച്ചിട്ട് പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല, അത് തിരിച്ച് നോട്ടീസ് പിൻവലിക്കണം, എന്നിട്ട് അവർക്ക് വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് പോലും എടുത്തില്ല, നടന്നു. ഇവിടെ അത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അവർ എൻക്രോച്ചേഴ്സാണ്. നമുക്ക് ഒന്നും സഹായിക്കാൻ പറ്റില്ല. പറ്റുമോ? അവരെ പുറത്തിറക്കി വിടേണ്ടി വരും. കാരണം ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഭൂമിയാണ്. ഇതിൻ്റെ ലീഗലായിട്ടുള്ള ആസ്പെക്ട്സ് ഞങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ അത് വഖഫ് ഭൂമിയല്ല, കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെയുള്ള ഈ ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കമ്മീഷൻ്റെ മുമ്പാകെ കൊടുത്തത്. പക്ഷേ ലീഗ് അല്ലല്ല, ലീഗ് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലീഗിൽ 1-2 നേതാക്കന്മാർ, അത് ലീഗിന്റെ അഭിപ്രായമായിട്ട് അല്ലല്ല, അത് 1-2 നേതാക്കന്മാർ പറഞ്ഞു. അത് ലീഗിൻ്റെ സംസ്ഥാന നേതാക്കൾ ഞാൻ വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞതിനാണ് 1-2. അതിന് പത്രസമ്മേളനം നടത്തി എന്നെ ഡിഫെൻഡ് ചെയ്ത ആരൊക്കെയാണ്? പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സമസ്തയുടെ നേതാവ് സയ്യദ് ജിഫ്രി തങ്ങൾ, ഒരു 3 പേരും കൂടിയായിരുന്നു അതിന് മറുപടി കൊടുത്തു. എന്നെ ഡിഫെൻഡ് ചെയ്ത നിലപാട് ഡിഫെൻഡ് ചെയ്ത്. ലീഗ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ലീഗ് അതുകൊണ്ടാണല്ലോ ഞങ്ങളെല്ലാവരുടെയും കൂടി തീരുമാനമാണല്ലോ 10 മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റും. ഗവൺമെൻറ് വിചാരിച്ചു. ഗവൺമെൻറ് അതിന് പകരം ഇത് എത്രമാത്രം ഡിലേ ചെയ്യാം, അവർക്ക് അവിടെ പെർമനൻ്റ് ടൈറ്റിൽ കൊടുക്കണം. വളരെ എളുപ്പത്തിൽ ഔട്ട് ഓഫ് കോർട്ട് ഒരു തീരുമാനം എടുത്ത് എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി നേരെ കോടതിയിൽ അത് അറിയിച്ചാൽ ആ തീരുമാനം കോടതി അംഗീകരിക്കും, ഒരു സംശയമില്ല. അതിനിവരെല്ലാം മുനമ്പം വിഷയത്തിൽ വഖഫ് ഭൂമി അല്ല എന്ന, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് ഇത്തരം ഒരു പരിഹാരം ഉണ്ടെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് UDFന്റെ ഒറ്റക്കെട്ടായ നിലപാടായിരുന്നല്ലോ. ഞങ്ങൾ പിന്നെ ഞങ്ങൾ പിന്നെ ഈ വിവാദങ്ങളെല്ലാം വന്നതിന് ഒറ്റപ്പെട്ട ശബ്ദം ആയിരുന്നു. ഈ ഇതിന് വന്നതിന് ശേഷം കോൺഗ്രസ് എടുത്ത നിലപാടിന് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. UDF യോഗത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ആ തീരുമാനത്തെ അപ്രൂവ് ചെയ്ത്. തുടർച്ചയായിട്ട് അല്ലെങ്കിൽ UDF യോഗത്തിൽ വന്ന ആളുകൾ അതിനെതിരായിട്ടുള്ള
വിമത സ്വരം പറയണ്ടേ? ഇങ്ങനൊരു സംഭവം വന്നോ? UDF നേതൃത്വത്തിൽ അത് ഉണ്ടായില്ല. ഒരുമിച്ചാണ് തീരുമാനങ്ങളെല്ലാം, ഒരുമിച്ചാണ്. ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ, ഞാനടക്കമുള്ള MP-മാരും MLA-മാരും അവിടെ പോയത്. ലീഗിൻ്റെ നേതാക്കൾ, സമുദായ നേതാക്കൾ കൂടിയാണ് ഞങ്ങൾ ഈ ബിഷപ്പുമാരെ വന്ന് സന്ദർശിച്ചത്. എല്ലാ കാര്യവും ഞങ്ങൾ പരസ്പരം ആലോചിച്ചും ജയിച്ചാണ്. ഞാൻ പറയുന്നത്, ഇത്തരമൊരു സംഘർഷം ഉണ്ടാകേണ്ട സമയത്ത് പാണക്കാട് സാദിഖ് അലി സയ്യിദ് തങ്ങൾ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട തീരുമാനമാണ്. അദ്ദേഹം അതിനകത്ത് വന്ന് അവരുടെ കൂടെ നിന്ന് അവരെ ബോധ്യപ്പെടുത്തി, അവരെ പുറത്തിറങ്ങാൻ, അവരെ ഇറക്കിവിടാൻ, ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം മതേതര കേരളത്തിന് അഭിമാനകരമായ പ്രഖ്യാപനമാണ്. അതിനുശേഷം അദ്ദേഹം വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയെ സന്ദർശിച്ചു. അപ്പോൾ അതെല്ലാം നല്ല മെസ്സേജാണ് പോയത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മതപരമായ സംഘർഷം ഉണ്ടാകാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഇടപെടും. ഞങ്ങൾക്ക് അതിനുള്ള ബന്ധമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ബന്ധം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. സാമുദായിക നേതാക്കന്മാരും മത നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം വഷളാകാതെ സൂക്ഷിക്കുന്നതും സംഘർഷം ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതും ഞങ്ങളാണ്, UDF ആണ്. UDF നേതാക്കന്മാർ നിരന്തരമായി, ഇപ്പോൾ ഈ വിഷയം ഉണ്ടായപ്പോൾ ഞങ്ങൾ നിരന്തരമായി വിവിധ ഡിനോമിനേഷനുകളിലുള്ള ക്രൈസ്തവ ബിഷപ്പ്മാരെ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. ഞങ്ങൾ വിവിധ മുസ്ലിം ഡിനോമിനേഷനിലെ നേതാക്കന്മാരെ ഞങ്ങൾ കണ്ട് സംസാരിച്ചു. ഞങ്ങളവരെ ബോധ്യപ്പെടുത്തി, ഞങ്ങളവർ സംസാരിച്ചു. അവർ തമ്മിൽ നല്ല ബന്ധമായി, സൗഹൃദമായി. ഇല്ലെങ്കിൽ ഇതൊക്കെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഓരോരുത്തരും ഉണ്ടാക്കുകയാണ്. വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കിയതുപോലെ കേരളത്തിൽ അത് വരാൻ നമ്മളൊന്നും ഇരിക്കുന്ന കാലത്ത് നമ്മൾ അനുവദിക്കില്ല. ഇതിന് ഞങ്ങളെ അവിടെ ചെന്ന് എന്നെ നിയമസഭയിലേക്ക് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതിനിധി ആയിരിക്കും എന്ന് പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞത്, ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിന് കഴിയുന്നത്? അവിടെയാണ് ആലോചിക്കുന്നത്. ഞങ്ങളുടെ സെക്യുലർ പൊസിഷനിങ് ആണ്. ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു വെള്ളവും ചേർക്കില്ല. താൽക്കാലിക ലാഭത്തിന് വേണ്ടി അത് ഡയലൂട്ട് ചെയ്യില്ല. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കില്ല, രണ്ടിനെയും പ്രോത്സാഹിപ്പിക്കില്ല. ഞങ്ങളുടെ സെക്യുലർ ക്രെഡൻഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും വിശ്വാസം. അതൊരു ഇതൊന്നും കാണാതെ പോകരുത്. ഇതൊരു വല്ലാത്ത പൊസിഷനിലേക്കാണ് UDF വരുന്നത്. ഈ പറയുന്ന വാർത്തകളും കാര്യങ്ങളും ഒന്നുമല്ല. UDF എല്ലാവരും വിശ്വാസത്തിനടുത്തേക്ക് പോവുകയാണ്. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിത്തടങ്ങളാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ സ്ഥലത്തും UDFൻ്റെ ആളുകളുണ്ട്. ഏത് പരിപാടി നടന്നാലും എവിടെയും എല്ലാവരും ഉണ്ട്. UDF നേതാക്കളുണ്ട്, അവരുടെ പ്രസൻസ് ഉണ്ട്, അവരുടെ വിശ്വാസമാണ്. ചെറിയ സംഘടനയാണെങ്കിലും വലിയ സംഘടനയാണെങ്കിലും അവർക്ക് ആശ്വാസമാണ്. ഞങ്ങളുടെ വാക്കിൽ അവർക്ക് വിശ്വാസമുണ്ട്. ഈ സെക്യുലർ ക്രെഡൻഷ്യൽ എന്നുള്ള രീതിയിൽ സ്പെസിഫിക് ആയിട്ട് വ്യക്തിപരമായിട്ടൊരു ഇത് ചോദിക്കാം. കാരണം ഈ വരാനിരിക്കുന്നത് ഈ പറയുന്ന പ്രാദേശിക തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. നേതൃതലത്തിലുള്ളവരെക്കാളും പ്രവർത്തകരുടെ പങ്കാളിത്തം സ്ഥാനാർത്ഥികളായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ നേരത്തെ തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ CPM ഈ പറഞ്ഞ മതരാഷ്ട്രവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന UDFൻ്റെ ഒരു വാദം എന്നുള്ള സംഘപരിവാരവുമായിട്ട് ചേർന്ന് പോകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെ അവർ കേരളത്തിൽ അഡാപ്റ്റ് ചെയ്യുന്നു, അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു പറയുമ്പം എതിർഭാഗത്തെ വാദമാണ് ഈ പറയുന്ന SDPI-യും ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ചേർന്ന് പോകാനാണ് UDF ശ്രമിക്കുന്നത്. ഈ പറഞ്ഞ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പറയും ഈ പറഞ്ഞ ഈ ഒരു മതരാഷ്ട്രവാദം ഉയർത്തുന്ന സംഘടനകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാട്. ഞാൻ സ്പെസിഫിക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീഗ് നേതാവ് തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ നിഷേധിക്കാതിരിക്കുന്ന. ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? അവർ 3 പതിറ്റാണ്ട് കാലം CPM-ൻ്റെ കൂടെ നിന്ന ഒരു പ്രസ്ഥാനത്ത് ഇപ്പുറത്ത് വന്ന് ഞങ്ങൾ പിന്തുണ കൊടുക്കുമ്പോൾ അത് വേണ്ടാന്ന് ഞങ്ങളെന്തിനാ പറയണത്? ഞങ്ങളെന്തിനാ പറയുന്നത്? അവരുടെ മതരാഷ്ട്രവാദം ഇപ്പോൾ ഈ 3 പതിറ്റാണ്ട് കാലം ഉണ്ടായിരുന്നില്ലേ? CPM-ന് ബാധകമല്ലായിരുന്നു. അതാണ് എൻ്റെ ചോദ്യം. അവർ കോൺഗ്രസ്സിന് പിന്തുണ കൊടുക്കാൻ അല്ലെങ്കിൽ UDF-ന് പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുന്നത് ദേശീയ സാഹചര്യങ്ങളോട് വെച്ചുകൊണ്ട്. ദേശീയ സാഹചര്യങ്ങളിൽ വർഗീയതയെ ചെറുത്ത് പരാജയപ്പെടുത്താൻ കോൺഗ്രസ്സിനെ സാധ്യമാവുള്ളൂ. കോൺഗ്രസ് ദുർബലമാകരുത് എന്ന അവരുടെ ഫൈൻഡിങ് ആണ്. അപ്പം ഞങ്ങൾക്ക് ആ കാര്യത്തിലൊക്കെ വളരെ വ്യക്തം. ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കും. CPM-ന് സൗകര്യമുള്ളപ്പോൾ മതേതരവാദികളും
CPM-ന് സൗകര്യം ഇല്ലാത്തപ്പോൾ വർഗീയവാദികളെന്നും പറയുന്നത് അത് CPM നറേറ്റീവാണ്. ഇപ്പം ഞാൻ പറയാം 87 EMS ഉള്ള സമയത്ത് ഒരു നിലപാടെടുത്തിട്ടുണ്ട്, ഒരു പ്രോ ഹിന്ദു ലൈൻ എടുത്തിട്ടുണ്ട്, പ്രോ ഹിന്ദു. എന്നിട്ട് മുല്ലയ്ക്കും മുക്രിക്കും പെൻഷൻ കൊടുത്തത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ലേ. എന്നിട്ട് LDF-ൻ്റെ ചുവരെഴുത്താണ് മുല്ലയ്ക്കും മുക്രിക്കും പെൻഷൻ കൊടുത്ത ഇവരെ പരാജയപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ. അന്ന് ഇടയ്ക്ക് അദ്ദേഹം മാറ്റി ശ്രീനാരായണ ഗുരുദേവനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ മൈനോറിറ്റി വോട്ട് ലക്ഷ്യമാക്കി മജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ആളുകളെ മന്നത്ത് പത്മനാഭനെയും ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും 91 കൗൺസിലായപ്പോൾ പറഞ്ഞു ഞങ്ങൾ സദ്ദാമിൻ്റെ കൂടെ, നിങ്ങൾ ആരുടെ കൂടെ? ഇറാഖ് യുദ്ധം നടക്കുന്ന സമയത്ത് CPM ഈ നിലപാടുകൾ മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ട് കേരളത്തിൽ. പക്ഷെ CPM അറിയാതെ പോകുന്നത് 87 അല്ല 2024 2026. അന്ന് കേരളത്തിൽ BJP ഇത്രയും വലിയ വെല്ലുവിളി ഉയർത്തിയില്ല. ഇപ്പോൾ ഒരു ഹിന്ദുത്വ അജണ്ട CPM കൊണ്ടുവന്നാൽ അതിൻ്റെ ബെനഫിഷ്യറി സംഘപരിവാറായിരിക്കും. അത് നഷ്ടപ്പെടാൻ വലുതായിട്ട് പോകുന്നത് CPM-നായിരിക്കും. CPM അങ്ങനെ ഇല്ലാതായി പോകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഈ അജണ്ടയുമായി ഇപ്പോൾ വയ്ക്കുന്ന, ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഞാൻ ഈ പറയണം, എൻ്റെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസാണ്, വ്യക്തിപരമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ അനാലിസിസ്. വേറെ ആരും അതങ്ങനെ പറഞ്ഞിട്ടില്ല. 87 EMS-ൻ്റെ തന്ത്രം ഇമിറ്റേറ്റ് ചെയ്യാൻ, അതായത് എത്ര വർഷമായി? 87 എന്ന് പറയുമ്പോൾ 13 37 വർഷമായി. 37 വർഷത്തിന് ശേഷം CPM ആ ഒരു മെജോറിറ്റി സംഭവം അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ കൊണ്ടുവന്നാൽ, ഞാനിപ്പം പറയുന്നു ബംഗാളിൽ CPM-ന് സംഭവിച്ചു വരാം. ബംഗാളിലെ CPM അണികൾ മുഴുവൻ BJP പോയി, പാർട്ടി ഓഫീസുകൾ മുഴുവൻ BJP കൊണ്ടുപോയി. ബംഗാളിൽ CPM-ന് സംഭവിച്ചത് കേരളത്തിലെ CPM-ന് സംഭവിക്കരുതെന്നാണ്. ഇവർ സെയിം വീക്ഷണം കൊണ്ടുവന്ന ആ സെയിം ലൈനിലേക്ക് വന്നാൽ അതിൻ്റെ ബെനഫിഷ്യറി BJP ആയിരിക്കുള്ളൂ. CPM-ൻ്റെ റെലവൻസ് പോകും, പ്രസക്തി നഷ്ടപ്പെടും. ഞാനത് ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിത് ഞാൻ പറഞ്ഞത് എഴുതി വെച്ചോ, ഞാൻ ഈ പറഞ്ഞത് എഴുതി വെച്ചോ. അതായത് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അത് കൂടുതൽ അപ്ലൈ ചെയ്യപ്പെടും. അവർ ഈ അജണ്ടയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് ദയനീയമായ പരാജയമായിരിക്കും. അവർ പരാജയപ്പെടണം, ഞങ്ങൾ ജയിക്കണം, അത് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ധ്രുവീകരണത്തിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഉണ്ടാകുന്നത് ഞാനൊരു UDF BJP അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് BJP എന്നുള്ള നിലയിലേക്ക് കേരളത്തിൽ ഒരിക്കലും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം കേരളം പ്രബുദ്ധ കേരളമാണ്. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് BJP-യെ നമ്മൾ അകലത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. കേരളത്തിലെ ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷം പേരും സെക്കുലറാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളായ സെക്കുലറാണ്. അവർ സെക്കുലറാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ തലമുറ വളർന്നു വന്നോ സെക്കുലറാണ്. അവർക്ക് അല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല. അവരെ കമ്മ്യൂണലാക്കുകയാണ്. കുറച്ച് മത നേതാക്കളും കുറച്ച് രാഷ്ട്രീയ നേതാക്കളും കൂടി അവരെ കമ്മ്യൂണലാക്കുകയാണ്. അതാക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. CPM അത് തിരിച്ചറിയുന്നില്ല. ഗൗരവത്തുള്ള ഒരു കാര്യമാണ്. അപകടത്തിലേക്കുള്ള പോക്കാണ് ഇപ്പോൾ നടത്തുന്നത്. ഞാനിത് ഒരു പൊളിറ്റിക്കലായിട്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണമാണ്. അല്ലാതെ UDF LDF വാഗ്വാദത്തിൻ്റെ ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതല്ല. അതായത് UDF-ഉം LDF-ഉം ഭരണ പ്രതിപക്ഷ തലത്തിലോ പ്രതിപക്ഷ ഭരണതലത്തിലോ നിലനിൽക്കണം. അവിടെ UDF-ന്റെ എതിർവശത്തേക്ക് സംഘപരിവാറോ BJP-യോ വരുന്ന ഒരു പൊളിറ്റിക്സാണ് ഇപ്പോൾ ഈ CPM കൊണ്ടുവരുന്നത്. CPM തകർച്ചയിലേക്കാണ് പോകുന്നത്. ആ തകർച്ച കോൺഗ്രസോ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാര്യം മനസ്സിലായത്. നമുക്ക് അതിനൊക്കെ നിലപാടുണ്ട്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസിൻ്റെ എപ്പോഴും ഒരു ജനാധിപത്യ സ്വഭാവത്തിലുള്ളതാണെന്ന് പറഞ്ഞ് തുറന്ന വിമർശനം തുറന്ന ചർച്ചയും. ഇപ്പോൾ റീസെൻറ്റ് ഡിബേറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ എണ്ണത്തിൽ കൂടുതൽ
മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നവരുണ്ടാണ്. ഒരുപാട് അത് സ്റ്റേറ്റ്മെൻറ്റുകളിലെ ഇൻസൈഡ് കോൺഗ്രസ് അത് തള്ളിക്കളഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അടുത്ത ഇലക്ഷനും അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സുസംഘടിതമായി നേരിടുകയാണ് ലക്ഷ്യം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡിന് വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട്. രമേശ് ചെന്നിത്തല 11 വർഷത്തിന് ശേഷം NSS ആസ്ഥാനത്തേക്ക് പോകുന്നു. രമേശ് ചെന്നിത്തലയെ പ്രശംസിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വരുന്നു. രമേശ് ചെന്നിത്തല സുന്നി സംഘടനകളുടെ തലപ്പത്തുള്ള യോഗങ്ങളുടെ ഭാഗത്താവുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല കേരളത്തിൽ സജീവമാവുന്നു. അടുത്ത കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ ചർച്ചകൾ ഉണ്ടാവുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതെല്ലാം മാധ്യമ ചർച്ചകളാണ്. കോൺഗ്രസിൽ അങ്ങനെ ഒരു ചർച്ചയില്ല. കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും തീരുമാനിച്ചിട്ടില്ല. ഞാൻ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയ UDF ജയിക്കില്ലെന്ന് പറഞ്ഞു. കാരണം എൻ്റെ അജണ്ട പിന്നെ അതാവും. എൻ്റെ അജണ്ട എനിക്ക് കിട്ടിയിരിക്കുന്ന അസൈൻമെൻറ്റ് UDF ജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ എനിക്കുള്ള അസൈൻമെൻറ്റ്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് UDF ജയിപ്പിക്കാൻ ഇറങ്ങിയ UDF തിരിച്ചു വരില്ല. ഞങ്ങളുടെ കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ഇത് കുറേ നാൾ മുമ്പ് ശശി തരൂർ കുറേ പരിപാടികൾക്ക് പോയപ്പോൾ ഇതുപോലൊരു ചർച്ചയുണ്ട്. ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് കേരളത്തിൽ. അതാണ് വന്നല്ലോ, അന്ന് ചർച്ച വന്നു, അത് പോയല്ലോ. പിന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. ഇതും പോവും. ഇത് കഴിയുമ്പോൾ വേറെ. ഞങ്ങളെ കളക്റ്റീവ് ലീഡർഷിപ്പാണ് എന്നും എല്ലാ കാലത്തും. കെ കരുണാകരൻ മത്സരിക്കുന്ന കാലത്ത് പോലും കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടല്ല മത്സരിക്കുന്നത്. AK ആന്റണി മത്സരിക്കുന്ന കാലത്ത് AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടല്ല മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ കൾച്ചർ അതല്ല, കളക്റ്റീവ് ലീഡർഷിപ്പാണ്. അതിന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്ക് അതിൻ്റേതായ സിസ്റ്റവും കാര്യമൊക്കെ ഉണ്ട്. ജയിക്കണ്ടേ? നമ്മൾ തുടർച്ചയായിട്ട് LDF തുടർഭരണം കിട്ടി, തുടർച്ചയായിട്ട് നമ്മൾ തോറ്റിരിക്കുക. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 1967 പരാജയത്തിന് ശേഷമുള്ള ഏറ്റവും ദയനീയമായ പരാജയമാണ് 2021 ഉണ്ടായത്. 21 സീറ്റ് MLA മാർ, 21 MLA മാർ. അന്ന് 9 ഉണ്ടായിരുന്നു, ഇപ്പം 21. ആ 9 കഴിഞ്ഞാൽ പിന്നെ 21 ഏറ്റവും കുറവുണ്ടായി. ഏറ്റവും ഞങ്ങൾ തന്നെ ലീഡർഷിപ്പിലേക്ക് ഏറ്റെടുക്കുമ്പോൾ എല്ലാവരും ഡീമോറലൈസ്ഡ് ആയിരുന്നു, തകർന്നിരിക്കുകയായിരുന്നു. കാരണം കേരളത്തിൻ്റെ ഒരു രീതിയല്ല, പാറ്റേൺ അല്ല. ഗവൺമെൻറ് മാറി ഗവൺമെൻറ് വരും, ഗവൺമെൻറ് വന്നില്ല എന്നും മാത്രമല്ല ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി. സംഘടനാ തലത്തിലും എല്ലായിടത്തും പാർട്ടിക്കും വലിയ പരാജയം ഉണ്ടായില്ലേ, ഭയങ്കരമായ പരാജയം ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്ത് നമ്മൾ ബൈ ഇലക്ഷൻസ് നടന്നു. ആ ബൈ ഇലക്ഷൻസിലൊക്കെ വൻ വിജയങ്ങളുണ്ടായി. ഒരു ചേലക്കര മാത്രമാണ് 40,000 വോട്ടിൽ നിന്ന് 12,000 ആക്കി. ഇവിടെ 12,000 വോട്ട് 25,000 ആക്കി. തൃക്കാക്കരയിൽ 9,000 വോട്ട് 37,000 വോട്ടാക്കി. പുതുപ്പള്ളിയിൽ 4,000 വോട്ട് 18,000 വോട്ടാക്കി. പാലക്കാട് എല്ലാ പഞ്ചായത്ത് ലോക്കൽ ബോഡി ബൈ ഇലക്ഷൻസ് നടന്നതെല്ലാം എല്ലാത്തിലും UDF എഡ്ജ് കിട്ടി. കാരണം 2020 പാളിപ്പോയതാണ് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ്. അവിടെ നിന്ന് എല്ലാ ബൈ ഇലക്ഷനിലും 16 17 ബൈ ഇലക്ഷൻ നടന്നു. 17 ബൈ ഇലക്ഷനിലും UDF അപ്രമാദിത്വം കിട്ടി. പാർലമെൻറ്റ് ഇലക്ഷനിൽ 19-നേക്കാൾ വലിയ ഭൂരിപക്ഷം, അന്നത്തേക്കാൾ വലിയ ഭൂരിപക്ഷം ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സീറ്റുകൾ കിട്ടി. അപ്പോൾ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പാർലമെൻറ്റ് ഇലക്ഷനിലെ വിജയവും അസംബ്ലിയിലെ വിജയവും തമ്മിൽ ഒരു ബന്ധമില്ല, ഇത് 2-2 ഇതിപ്പോൾ മാച്ചളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ 2019 പറ്റിയ അബദ്ധം പറ്റരുത്, അമിത ആത്മവിശ്വാസം പാടില്ല. 2021 വർക്ക് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ വയനാട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അതിനു മുമ്പ് ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട്, മിഷൻ 2025 ഉണ്ട്, അത് നോക്കണം. അതിന് ഞങ്ങൾ സിസ്റ്റം ഉണ്ടാക്കി. ഒരു കാലത്ത് ചെയ്യാത്ത പോലെ 1.5 വർഷം മുമ്പ് ഞങ്ങൾ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇപ്പോൾ കേരളത്തിൽ 80% വാർഡ് കമ്മിറ്റികൾ രൂപപ്പെട്ട് കഴിഞ്ഞു. കംപ്ലീറ്റ് വാർഡ് കമ്മിറ്റികളുണ്ടായി. ഇതിപ്പോൾ ഈ 2-3 ആഴ്ചക്കുള്ളിൽ അത് 100% ആവും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. അതിനിടയിൽ ഞങ്ങൾ മിഷൻ 25ഉം മിഷൻ 26ഉമായിട്ട് ഞങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞങ്ങൾ കളക്റ്റീവ് ലീഡർഷിപ്പ് ഇരുന്ന VD സതീശൻ ഒറ്റയ്ക്കിരുന്ന് തീരുമാനിക്കാനല്ല. ഞാനും സുധാകരനും സുധാകരനും KPC പ്രസിഡൻറ്റും രമേശ് ചെന്നിത്തലയും K മുരളീധരനും MM ഹസനും എല്ലാവരും മുൻ പ്രസിഡന്റുമാർ VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും എല്ലാവരും തമ്മിൽ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാൻ എല്ലാവരും പോയി കാണുന്ന ആളാണ്.
അവരെല്ലാം എൻ്റെ സീനിയേഴ്സാണ്, അവരെല്ലാം സീനിയേഴ്സ്. അപ്പോൾ ഈ സാമുദായിക പരിപാടികൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാർ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ, ഞങ്ങൾക്ക് സന്തോഷമല്ലേ. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്നെ വിമർശിച്ചത് ശരിയാണ്, ഞാനതിന് അദ്ദേഹത്തെ വിമർശിച്ചില്ല. അദ്ദേഹം 1 മാസം മുമ്പ് പറഞ്ഞത് പിണറായി വിജയൻ വീണ്ടും 3ാമത് അധികാരത്തിൽ വരുമെന്ന്. 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു UDF ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം പരിണതപ്രജ്ഞനായ സീനിയറായിട്ടുള്ള ഒരാളാണ്. തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനൊരു മുഖ്യമന്ത്രി ഉണ്ടാവുന്നു പറഞ്ഞത്. അതിലേറ്റവും സന്തോഷിക്കേണ്ട ആളാരാ? UDF തിരിച്ചും വരും, കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്ന ഏറ്റവും കേരളത്തിൽ സന്തോഷിക്കേണ്ട ആൾ ഞാനല്ലേ. ഞാനല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ എന്നെ വിമർശിച്ചാൽ എന്താ തെറ്റ്? ഞാൻ പറഞ്ഞില്ല, എന്നെ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, എൻ്റെ രീതി ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ 100 പേരെടുത്ത് കഴിഞ്ഞാൽ 100 പേരിൽ 100 പേര് എന്നെ ഇഷ്ടപ്പെടണം നിന്ദിക്കാൻ പറ്റുമോ? ചിലപ്പോൾ 10 പേര് എന്നെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ചിലപ്പോൾ 20 ആയിരിക്കും, ചിലപ്പോൾ 30 പേരായിരിക്കും. എൻ്റെ രീതി ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അതൊക്കെ സ്വാഭാവികമായ കാര്യം. ഞങ്ങളുടെ നേതാക്കളെ രമേശ് ചെന്നിത്തലയായാലും എന്നെ ആയാലും സുധാകരേട്ടനെ ആയാലും കെ മുരളീധരൻ MMS ഏതെങ്കിലും സംഘടനയുടെ യോഗത്തിൽ വിളിച്ചാൽ അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ ഉണ്ടെന്നല്ലേ ഞങ്ങൾ വിചാരിക്കേണ്ടത്. ഹാപ്പിയല്ലേ ഞങ്ങൾ? അത് വേറെ രീതിയിലേക്ക് കൊണ്ടുവരിക. രമേശ് ചെന്നിത്തല അവിടെ ഒരു സുന്നിയുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞാൻ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണത്. ആ വാർത്ത കൊടുത്തത് എങ്ങനെയാണ്? ചില മീഡിയ സതീശനെ അകന്നു, ലീഗുമായി അകന്നു, അതുകൊണ്ട് അവർ രമേശ് ചെന്നിത്തലയെ വിളിച്ചു. കോൺഗ്രസ്സിലൊരു കുഴപ്പമുണ്ടാക്കാനാണ് നോക്കിയത്. അതൊരു അറബി കോളേജാണ്. ഞാൻ ഉദ്ഘാടനം ചെയ്ത പരിപാടി കഴിഞ്ഞ വർഷം. ഈ വർഷം എന്നെ വിളിക്കാമോ? വേറൊരാളെയല്ലേ വിളിക്കേണ്ടത്. അതേ അവസരത്തിൽ ഞാൻ പറഞ്ഞില്ല എന്നല്ല, നിങ്ങളോട് പറയാം, ഈ 12-ാം തീയതി ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ. ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതായിട്ടിരിക്കുന്ന ചാൻസലറായിട്ടിരിക്കുന്നത്. അവിടുത്തെ മുഖ്യാതിഥി ഞാനാണ്, എന്നെയാണ് വിളിച്ചേക്കുന്നത്. ഇവരിത് ഈ ചാനലിൽ ചില ചാനലിൽ പോയി ചർച്ച ചെയ്ത് അവിടുത്തെ അറബി കോളേജിൽ രമേശ് ചെന്നിത്തലയെ വിളിപ്പിച്ചത് ലീഗും VD സതീശനും തമ്മിൽ അകലുകയാണ് എന്ന് വാർത്ത ഉണ്ടാക്കിയവരോട് ഞാനിത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞില്ല. എൻ്റെ അപ്പോൾ എന്നെ താങ്കൾ വിളിച്ചു പറഞ്ഞ് നിർബന്ധമായിട്ട് വരേണ്ട ഏത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റിവെച്ച് ഈ പരിപാടിക്കാണ് ഞാൻ പറഞ്ഞു വരാം. ഞാൻ പരിപാടി അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് അദ്ദേഹം സ്നേഹപൂർവ്വം വിളിക്കുന്നതാണ്. എത്രമാത്രം പരിപാടിക്കാണ് നമ്മൾ ഈ പറയുന്ന ഈ സമസ്തയുടെ പരിപാടിക്ക് തന്നെ ഞാൻ ജനുവരി 26-ന് ഞാൻ തൃശ്ശൂരിൽ പങ്കെടുക്കുന്നുണ്ട് സമസ്തയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട്. സമസ്തയുടെ നേതാവായ ജിഫ്രി തങ്ങളാണ് വന്ന് എനിക്കെതിരായിട്ട് ആക്രമണം ഉണ്ടായപ്പോൾ സംസാരിച്ചത് മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ. ചുമ്മാ വെറുതെ. അതായത് അത് CPM നെറേറ്റീവാണ്. CPMനൊരു നെറേറ്റീവുണ്ട്. അതായത് വേറെ ഒന്നുമില്ല ഞങ്ങളെക്കുറിച്ച് പറയാൻ. എന്താ പറയേണ്ടത്? ഞങ്ങളെക്കുറിച്ച് എന്താ പറയാൻ വേണ്ടി? കോൺഗ്രസ്സിൽ തർക്കമാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത്. ഞാൻ പറയാണ്, ഒരു തർക്കമില്ല. പിന്നെ കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളുകൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ 1.5 പേരുണ്ടാവും. അത് ഞങ്ങളുടെ അഭിമാനമാണ്. അങ്ങനെ ആളുകൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റിയ 5-6 പേരുണ്ടെന്ന് പറഞ്ഞാൽ അത് നല്ലതല്ലേ? അത്രയും വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് കോൺഗ്രസ്സിൽ ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. പിന്നെ എന്തെങ്കിലും തർക്കം വന്നാൽ ഞങ്ങൾ സംസാരിച്ച് തീർക്കാവുന്ന തർക്കമുള്ളൂ, ഏത് തർക്കം വന്നാലും. അപ്പോൾ CPMൻ്റെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകൾ, ചില അജണ്ട, ഞാൻ പറഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ അജണ്ട CPMന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില മാധ്യമപ്രവർത്തകർ, അവരെല്ലാവരും കൂടി എല്ലാ മാധ്യമങ്ങളിലെ ആളുകളെയും കൂടി കൂടിയിട്ട്, ഞാൻ മാധ്യമ സിൻഡിക്കേറ്റ് ഒന്നും പറയുന്നില്ല, ഞങ്ങൾക്ക് അതിനൊക്കെ നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം ഇതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു പോയില്ലേ? അന്നെന്തായിരുന്നു ശശി തരൂരിനെ എന്നെയും കൂടി ബന്ധപ്പെടുത്തി പറഞ്ഞത്? അവിടെ ശശി തരൂരിൻ്റെ തിരഞ്ഞെടുപ്പിൽ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ആളാരാ അവിടെ? അതേ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരം കേന്ദ്രീകരിക്കണ്ടേ? അവിടെ ശശി തരൂർ തോറ്റാൽ ആരാ ജയിക്കുന്നത്? BJP ആണ് ജയിക്കുന്നത് അല്ലേ? അപ്പോൾ VD സതീശൻ അന്ന് ശശി തരൂർ തോക്കട്ടെ, ശശി തരൂർ മുഖ്യമന്ത്രി ആകുമെന്ന ആൾ അങ്ങനെയാണോ വിചാരിച്ചത്? ഞങ്ങളൊക്കെ തമ്മിലുള്ള സൗഹൃദങ്ങളും ഹൃദയബന്ധങ്ങളും ഒക്കെ വളരെ വലുതാണ്. എന്തെങ്കിലും ഇപ്പം എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് വന്നാൽ ഞാൻ അവരെ വീട്ടിൽ പോയി മാപ്പി വഹിക്കും. ഞാൻ അവരെക്കാളൊക്കെ ജൂനിയറായിട്ടുള്ള ആളാണ്. അതിനെന്താ, എനിക്കൊരു ഈഗോ പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായോ എന്ന് അവർക്ക് തോന്നി, അവർക്കൊരു വിഷമം ഉണ്ടായാൽ അപ്പം നേരെ അവരെ വീട്ടിലേക്ക് പോകും. അവരെല്ലാവരും എന്നെക്കാളും മുതിർന്ന ആളല്ല. അവർ നമ്മളോട് വാത്സല്യത്തോടെയാണ് പെരുമാറുള്ളത്. ഇപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, അവരൊക്കെ പഴയ പ്രസിഡന്റുമാരാണ്. MMS അവരെ കൂടെ ഞാൻ വർക്ക് ചെയ്തവരാണ്.
അവരൊക്കെ എന്നോട് എന്താ വാത്സല്യം, ഭയങ്കര സ്നേഹമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് അത് സപ്പോർട്ട് ചെയ്യും, സ്നേഹവും അവരുടെ ഒരു അനുജനെ പോലെയാണ് എന്നെ കണക്കാക്കിയിരിക്കുന്നത്. അത്രയും ബന്ധമാണ് നമ്മളെല്ലാവരുമായിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്ന കാലം ഉണ്ടായിട്ടുണ്ട്, ഗ്രൂപ്പിസത്തിൻ്റെ അതിപ്രസരം ഉണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റുമോ കോൺഗ്രസിൽ ഗ്രൂപ്പിസത്തിൻ്റെ അതിപ്രസരം ഉണ്ടെന്ന്? ഗ്രൂപ്പിസം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പാർട്ടി അതിനേക്കാൾ മീതയല്ലേ? നിങ്ങൾക്ക് കോൺഗ്രസ്സിൽ ഏത് ഗ്രൂപ്പാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല കണ്ടു കഴിഞ്ഞപ്പോൾ. മാറിയില്ലേ? ഈ മാറ്റമല്ല 3.5 കൊല്ലം കൊണ്ടുള്ള മാറ്റം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഞാൻ പറയും ഗ്രൂപ്പൊക്കെ ആയിക്കോട്ടെ, ഗ്രൂപ്പൊന്നും ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവാൻ പറ്റില്ല. ഗ്രൂപ്പ് പാർട്ടിയേക്കാൾ വളരാൻ പാടില്ല. അപ്പോൾ പാർട്ടിയാണ് നമ്മുടെ പ്രയോറിറ്റി. ഇപ്പോൾ പാർട്ടിയാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. ഞങ്ങളൊരു കാര്യം, ഇപ്പോൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ ഞങ്ങൾ ഇലക്ഷനിൽ വർക്ക് ചെയ്യണത് കണ്ടിട്ടുണ്ട്? നിങ്ങൾ തെരഞ്ഞെടുപ്പ് സ്ഥലത്ത് വന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകർ എന്നോട് പറഞ്ഞു, വി ഹാവ് നെവർ സീൻ സച്ച് എ വർക്ക്. കോൺഗ്രസ് ഇതുപോലെ UDF ഇതുപോലെ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. മാറി, അതൊക്കെ സിസ്റ്റമൊക്കെ മാറി. അപ്പോൾ അത് ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത സാധനം പൊക്കിക്കൊണ്ടുവന്നിട്ട് ചർച്ചയാക്കാണ്. കോൺഗ്രസ്സിൽ ഒരു പ്രശ്നവും ഇല്ല, ഗ്രൂപ്പിസം ഇല്ല. എന്നാൽ കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല ഒരു പരിപാടിക്ക് പോയാൽ അത് അദ്ദേഹം സന്തോഷമല്ലേ? അദ്ദേഹം ഞാൻ പോയിട്ടുണ്ടായില്ല NSS ആസ്ഥാനത്ത്. അത്തരം ചോദ്യങ്ങൾ അദ്ദേഹം തള്ളുന്നുമില്ല എന്നുള്ളത് അല്ലല്ല, അങ്ങനെയല്ല. അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹമൊക്കെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന, എനിക്ക് ഇവിടെ പരിപാടിയുണ്ട്, എനിക്ക് നാളെ പരിപാടിയുണ്ട്. നിങ്ങൾ എൻ്റെ ഫോണെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ രമേശ് ചെന്നിത്തല ഇപ്പോൾ കുറച്ച് മുമ്പ് വിളിച്ചേക്കാം. അപ്പോൾ അദ്ദേഹം ഒരു സദസ്സിലിരിക്കുകയാണ്, ഒരു മീറ്റിങ്ങിലിരിക്കുക. അവിടെ ഇറങ്ങി അപ്പം തന്നെ തിരിച്ചു വിളിക്കുമെന്ന് പറയും. ഇറങ്ങിയാൽ ഇപ്പോൾ വിളിച്ചു കാണും. ഇപ്പം ഞാൻ വിളിച്ചതിൻ്റെ കോൾ ലിസ്റ്റും കാണും, അദ്ദേഹം തിരിച്ചു വിളിച്ചു. ഞങ്ങളൊക്കെ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് പുള്ളിയുടെ പ്രോഗ്രാം എവിടെയെന്ന് എനിക്കറിയാം. ഞാനിന്ന് എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇതൊന്നും CPM നടക്കണ പോലെ കണ്ടാമിണ്ടാത്ത ഏർപ്പാടൊന്നും ഞങ്ങളുടെ പാർട്ടിയിലില്ല. ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യും. നീ എന്താടാ അങ്ങനെ പറഞ്ഞത് എന്നോട് ചോദിക്കും, എൻ്റെ കൈ പിടിച്ച്. അപ്പം ഞാൻ എന്തെങ്കിലും അത് എൻ്റെ ഭാഗത്ത് അബദ്ധം പറ്റി എന്ന് പറയാം. ആ ബന്ധം കോൺഗ്രസ്സിൽ ഞാൻ ഇതൊക്കെ ഒരു ദിവസം തുറന്നു വരണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നിങ്ങളാണ് അതൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ട് പറയുന്നത്. ഈ അവസാനമായിട്ട് ചോദിക്കുകയാണ്, നമ്മൾ ഈ 3 വർഷത്തിന് മുമ്പ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നതിൻ്റെ തൊട്ട് പിന്നാലെ സംസാരിച്ച സമയത്ത് പുതിയ ശൈലിയിൽ, ഇതുവരെ കോൺഗ്രസ് കാണാത്തൊരു പുതിയ ശൈലിയിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള പോക്ക്. പിന്നെ ഈ പറഞ്ഞ ഇപ്പോഴുള്ള ഈ ദയനീയമായ പരാജയത്തിൽ നിന്ന് പാർട്ടിയെ, സംഘടനാ സംവിധാനത്തെ, UDFനെ ഒറ്റക്കെട്ടായി തിരിച്ചു പിടിച്ച് സുസജ്ജമാക്കുക എന്നുള്ളതാണ് പ്രാഥമിക പദ്ധതിയായി പറഞ്ഞത്. നമ്മളിനി 1.5 വർഷത്തിനപ്പുറത്ത് ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എന്താണ് കണക്കുകൂട്ടൽ, എന്താണ് പറയാനാവുന്ന സ്ട്രാറ്റജി? ആ ദൗത്യമായിരുന്നു നമ്മുടെ പ്രയോറിറ്റി. ഞാനത് ഓർത്തെടുത്തതിന് പ്രത്യേകം നന്ദി പറയാം. ഞാൻ പറഞ്ഞ് ഡീമോറലൈസ്ഡ് ആയിരുന്ന ആൾ, നേതാക്കന്മാരെയും പ്രവർത്തകരെയും ആത്മവിശ്വാസം തിരിച്ചു കൊണ്ടുവന്നു. ഈ ഇലക്ഷനുകളിലെല്ലാമുള്ള വിജയം ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. പിന്നെ ജയിക്കണം എങ്കിൽ ജോലി ചെയ്യണം എന്ന് ബോധ്യപ്പെടുത്തി. നന്നായി ജോലി ചെയ്താൽ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റും, ജോലി ചെയ്തെങ്കിൽ തോറ്റുപോകും എന്ന് ബോധ്യപ്പെടുത്തി. ഏത് സീറ്റ് മുന്നൊരുക്കങ്ങൾ ശക്തമാക്കണം എന്ന് പഠിപ്പിച്ചു. ഗ്രൂപ്പിസത്തെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു പരിധിവരെ ഇല്ലാതാക്കി. പക്ഷെ ഇല്ലാതാക്കി ഒരു പരിധിവരെ. ഇപ്പോൾ ഗ്രൂപ്പ് പാർട്ടി പ്രവർത്തനത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. പാർട്ടി പ്രവർത്തനം നടത്താൻ പറ്റും. ആ ആത്മവിശ്വാസം നേതാക്കന്മാർക്കും അണികൾക്കും ഞങ്ങളുണ്ടാക്കി. അത് ടീമായിട്ട് നിന്നിട്ടാണ് അത് ചെയ്തത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ജില്ലയിലേക്ക് ഒരു അസൈൻമെൻറ്റ് കൊടുത്താൽ ആ ജില്ലയിൽ ആൾ ഭംഗിയായിട്ട് ചെയ്യും, സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യും. അതെന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ മോണിറ്റർ ചെയ്യും. ആളെ നിരന്തരം ഞങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കും. കഠിനാധ്വാനം ചെയ്താൽ ജയിച്ചു വരാം. ഞാൻ പറയുന്നത് ഈ ദൗത്യം ഒരു 60-70% വിജയിച്ചിട്ടുള്ളൂ. 100% വിജയിക്കണം. അപ്പോൾ ഇനിയും ഒരുപാട് ജോലി ചെയ്യാനുണ്ട്, കഠിനാധ്വാനം ചെയ്യാനുണ്ട്. ആദ്യം സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടുക. ബാക്കി ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരിക. നെവർ ബിഫോർ ഈ സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിൽ 72-80 അല്ല, അതിനേക്കാൾ കംഫർട്ടബിൾ ആയിട്ടുള്ള വലിയ മാർജിനിൽ UDFനെ തിരിച്ചു കൊണ്ടുവരിക. അതാണ് എയിം. അതിനു വേണ്ടിയിട്ടുള്ള വർക്ക് നന്നായി പോകുന്നു. സംഘടനാപരമായ കാര്യങ്ങൾ പോകുന്നു. നല്ല രീതിയിൽ ഇന്നലെ ഉണ്ടായിരുന്നു, KPCC മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നു, എല്ലാ ജില്ലകളിലും യോഗങ്ങൾ നടക്കുന്നു, ഞങ്ങൾ നന്നായിട്ട് യാത്ര ചെയ്യുന്നു, എല്ലാ സ്ഥലത്തും പോകുന്നു. എല്ലാവരും ഉണ്ട്, ഞാൻ മാത്രമല്ല, എല്ലാവരും പോകുന്നുണ്ട്.
അപ്പോൾ കെ മുരളീധരൻ പോകുന്നുണ്ട്, രമേശ് ചെന്നിത്തല പോകുന്നുണ്ട്, എം ഹസൻ പോകുന്നുണ്ട്, VM സുധീരൻ പോകുന്നുണ്ട്, മുല്ലപ്പള്ളി സാർ അദ്ദേഹത്തിന് പറ്റാവുന്ന മലബാറിലെ സ്ഥലങ്ങളിലെല്ലാം പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്, ലീഡർഷിപ്പിൽ എല്ലാവരും. KC ജോസഫ് പോകുന്നുണ്ട്, ബെന്നി ബഹനാൻ പോകുന്നുണ്ട്, നേതൃത്വം. പിന്നെ സെക്കൻഡ് റോ യുവനിര അവർ നന്നായിട്ട് ഞങ്ങൾ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്, അവർ നന്നായിട്ട് ജോലിയും ചെയ്യുന്നുണ്ട്, അവരത് പാഷനേറ്റായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ വിടില്ല. അയാളെ ഞങ്ങൾ ആരെ കൂടെ എവിടെയും ഏത് ഇതിലും നിന്നോട്ടെ, പക്ഷേ ആളെ ഞങ്ങൾ മുൻനിരയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ വലിയൊരു നിര. എനിക്ക് ഒരു പക്ഷേ ഞാൻ ഈ 5 വർഷം പൂർത്തിയാകുമ്പോൾ എനിക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ സംതൃപ്തി അതായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. വലിയൊരു സമഗ്രമായ 2ാം നിരയും 3ാം നിരയും. അതായത് ഞങ്ങളൊക്കെ എല്ലാ കാലത്തും നമ്മളൊന്നും ഉണ്ടാവില്ല, നമ്മുടെ കാലം കഴിഞ്ഞാലും അവർ ഉണ്ടാവും. എൻ്റെ ആഗ്രഹം നമ്മൾ ലീഡർഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ മറികടന്ന് അവർ ലീഡർഷിപ്പിലേക്ക് വരണമെന്നാണ്. നിറഞ്ഞ കണ്ണുകളോടുകൂടി അത് നോക്കി കാണണമെന്നാണ്. അവർ വരും, അവർക്ക് അതിന് കപ്പാസിറ്റി ഉണ്ട്. VD സതീശനെ പോലുള്ള നേതാക്കന്മാരെ മറികടക്കാൻ കപ്പാസിറ്റിയുള്ള പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ലീഡർഷിപ്പാണ് കേരളത്തിൽ വളർന്നു വരുന്ന ലീഡർഷിപ്പ്. ഒരു എന്നെ മറികടന്നു പോകും. ഞാനത് ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് ഇല്ലാതെ നിറഞ്ഞ കണ്ണുകളോടുകൂടി നോക്കിക്കാണും. അതാണ് എൻ്റെ സ്വപ്നം. താങ്ക് യു.